വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 2, 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഈജിപ്തിലേക്കുള്ള പലായനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെരോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെരോദേസ് രോക്ഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇങ്ങനെ ജെറമ്യ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികൾക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കുക എന്നതാണ് മനുഷ്യനെ കരണീയമായിട്ടുള്ളത്. മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്നതും സംഭവിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളും തന്നെ ദൈവത്തിന്റെ അനന്ത പരിപാലനയ്ക്ക് വിധേയമായിട്ടാണ് നടക്കുക എന്ന് കാണിക്കുന്ന ഒരു സുവിശേഷ ഭാഗം ആണ് ഇന്നത്തേത് എന്ന് നമുക്ക് കരുതാം. അക്കാലത്തെ യഹൂദന്മാരുടെ ഇടയില് നടപ്പാക്കാൻ ഉദ്ദേശിച്ച് വിളംബരം ചെയ്യപ്പെട്ട കാനീഷ്മാരി കണക്കെടുപ്പ് അത് അതേപടി നടക്കാൻ ഇടവരുന്നു. മനുഷ്യന്റെ തീരുമാനം നടപ്പിലാക്കുന്നതോടുകൂടെ തന്നെ ദൈവത്തിന്റെ ആസൂത്രിതമായ പദ്ധതിയും നടപ്പിലാകുന്നതായിട്ടാണ് നാം കാണുക. ദൈവത്തിന്റെ പുത്രൻ മണ്ണിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു കാലിത്തൊഴുത്തിലുള്ള പിറവിയോടുകൂടിയാണ് എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ആവിഷ്കാരം അങ്ങനെ പൂർത്തീകരണത്തിലെത്തുകയാണ്. ദൈവം വീണ്ടും പ്രവർത്തന നിരതമാകുന്നതായിട്ട് നാം കാണുന്നു. സമീപ ഭാവിയിൽ ഉണ്ടാകാനിടവരുന്ന വലിയ ദുരന്തം, ആ ദുരന്തത്തിൽ നിന്ന് ഉണ്ണി യേശുവിനെ രക്ഷിക്കുകയും ആ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ദൈവം പദ്ധതികൾ ഒരുക്കുന്നു. ആ പദ്ധതി വളരെ ലളിതമായ രീതിയിൽ ഔസേപ്പിന്റെ മനസ്സിലേക്കാണ് കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ശീലിച്ചിട്ടുള്ള ഔസേപ്പിനെ ആ പദ്ധതി ചടുലമായ രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്നു. ബത്ലഹത്തിൽ നിന്ന് ആ കുഞ്ഞിനെയും തന്റെ ഭാര്യയെയും വഹിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് ഉള്ള പ്രയാണം ദുർഘടമായിട്ടുള്ള യാത്രയാണത്. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുമ്പോൾ എല്ലാം സുന്ദരം, എല്ലാം സുഗമം, എല്ലാം മാധുര്യം നിറഞ്ഞത് എന്ന് ധരിക്കരുത്. കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരയിൽ കൂടെ ഉള്ള പ്രയാണമാണത്. ഈജിപ്തിലെ എത്തിച്ചേർന്ന് അങ്ങനെ ദൈവം ആ കുടുംബത്തെ സംരക്ഷിക്കുന്നു. അനധിവിദൂരമായ ഭാവിയിൽ മനുഷ്യന്റെ വക്രതയിൽ നിന്ന് ഉടലെടുത്ത കൗശലത്തിന്റെയും ശത്രുതയിൽ നിന്നും ഉടലെടുത്ത പ്രവർത്തനത്തിന്റെ ഫലമായി യഹൂദയിലെയും പരിസര പ്രദേശങ്ങളിലെയും മാങ്കുഞ്ചുങ്ങൾ മുഴുവൻ സംഹരിക്കപ്പെടുന്നു. രാജാവിന്റെ കൽപ്പന പ്രകാരം രാജാവിന്റെ കൗശലവും
ക്രൂരതയും അവിടെ വിജയിക്കുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ദൈവം ആസൂത്രണം ചെയ്ത രീതിയിൽ സംരക്ഷണത്തിന്റെയും കരുതലിന്റേതുമായിട്ടുള്ള പദ്ധതികൾക്കും സമ്പൂർണ്ണ വിജയം അവിടെ കൈവരിക്കുന്നു. ഇവിടെ ചിന്തിക്കുന്ന മനുഷ്യനെ അന്തം വിട്ടു നിൽക്കാനേ ഇടവരുകയുള്ളൂ. ഒരു വേള ഒരു സ്ഥിതിയിലെ മനുഷ്യന്റെ ക്രൂരതയും വൈരാഗ്യവും ശത്രുതയും അരങ്ങു തകർക്കുമ്പോൾ അതേ അവസരത്തിൽ തന്നെ ദൈവത്തിന്റെ കരുതലോടുകൂടിയുള്ള സംരക്ഷണ പ്രക്രിയയും വിജയപൂർണമായ രീതിയിൽ നടപ്പാകുന്നു. ഇവിടെ അന്തം വിട്ടു നിൽക്കുന്ന മനുഷ്യനെ കരണീയമായിട്ടുള്ളത് ദൈവത്തിന്റെ പദ്ധതിയോട് യോജിച്ച് പ്രവർത്തിക്കാൻ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ദൈവം തനിക്ക് നന്മയ്ക്കായിട്ടാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ള വിശ്വാസത്തിന്റെ ഒരു പിൻബലത്തോടുകൂടെ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഇടവരിക എന്നുള്ളതാണ് കരണീയമായിട്ട് മനുഷ്യന്റെ മുമ്പിലുള്ളത്. ഇത് നിർവഹിക്കുമ്പോൾ മനുഷ്യൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നതും ലക്ഷ്യം പ്രാപിക്കുന്നതുമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ വിട്ടുകൊടുക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് കാണിക്കുന്ന മറ്റു ഒരു സത്യം. ഇങ്ങനെയുള്ള യഥാർത്ഥ സത്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം ധരിക്കാൻ.